നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ടേമാണ്. സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇന്റേണൽ എനർജിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞായിരുന്നു എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷനാണ് ഇന്റേണൽ എനർജി എന്നുള്ളത്. അപ്പം നമുക്ക് ഡൗട്ട് തോന്നി എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പം എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് നോക്കാം. ബൈ ഡെഫിനിഷൻ ക്വാണ്ടിറ്റീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദി സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ആൻഡ് നോട്ട് ഓൺ ദി പാത്ത് ടേക്കൺ ടു റീച്ച് ദാറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് ഒരു സിസ്റ്റം മാറുവാണ്. അതായത് എ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഇപ്പം പ്രഷർ P1, വോളിയം V1, ടെമ്പറേച്ചർ T1, ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നിന്ന് അതിൻ്റെ പ്രഷറും വോളിയം ടെമ്പറേച്ചറൊക്കെ മാറിയെന്ന് വിചാരിക്കുക. അത് P2, V2, T2 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലേക്ക് മാറി. അതായത് പല ഒരു വ്യത്യസ്തമായ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഒക്കെ ഉള്ള സ്റ്റേറ്റിലേക്ക് മാറിയെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ് എക്സ് എന്ന് വിചാരിക്കുക. എക്സ് ആദ്യത്തെ എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരുന്നു എക്സിനുണ്ടായിരുന്നത്, എക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അത് ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് ആയപ്പം എക്സ് ബി ആയി മാറിയെന്ന് വിചാരിക്കുക. അതായത് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എക്സ് ബി ആയി മാറി. എപ്പം എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് ആയിപ്പം. പക്ഷേ നമ്മളിനി ഈ ഒരു പാത്തിന് പകരം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വഴിയാണ് ഇപ്പോൾ ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എത്തിച്ചെന്ന് വിചാരിക്കാം. അതിന് പകരം നമ്മൾ വേറൊരു പാത്ത് വഴി ഈ ബിയിലേക്ക് തന്നെ എത്തിച്ചെന്ന് വിചാരിക്കാം. ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക്, അതായത് പ്രഷർ P2, വോളിയം V2, ടെമ്പറേച്ചർ T2 തന്നെയുള്ള ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചെന്ന് വിചാരിക്കുക. അപ്പം ഇങ്ങനത്തെ ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തിച്ച് കഴിയുമ്പം നമുക്ക് എക്സ് ബി തന്നെയായിരിക്കും അവിടെ കിട്ടുന്ന എക്സിന്റെ വാല്യൂ. ഒരിക്കലും എക്സ് ബിയേക്കാൾ കൂടുതലോ കുറവോ ആയിരിക്കില്ല, എക്സ് ബി തന്നെ നമുക്ക് കിട്ടും. അതായത് ഏത് രീതിയിൽ കൂടെ നമ്മൾ എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തിച്ചോ അതൊന്നും ബാധകമല്ല. ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലിരിക്കുമ്പം അതിന്റെ അവസ്ഥ, അതിന്റെ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റത്തെ മാത്രമേ ഇതിന്റെ വാല്യൂ, ഈ ക്വാണ്ടിറ്റീസ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിന്റെ എക്സാമ്പിളാണ് മാസ്, പ്രഷർ, പൊട്ടൻഷ്യൽ എനർജി, ഇന്റേണൽ എനർജി, എൻതാൾപ്പി, എൻട്രോപ്പി എന്നൊക്കെ പറയുന്നത്. നമുക്കിതിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരാള് ഒരു വലിയൊരു ഭാരം താഴെ നിന്ന് ചുമന്നോട്ട് മുകളിലേക്ക് പോവുകയാണ്. പോകുമ്പം അയാൾ ഈ തലയിലൊരു ഭാരം വെച്ചിങ്ങനെ നടകയറിയാണ് പോകുന്നത്. അയാൾ നടകയറി മുകളിൽ ചെന്നിട്ട് ഈ ഭാരമുള്ള വസ്തു ഏറ്റവും മുകൾ ഭാഗത്തായിട്ട്, അതായത് ആ കെട്ടിടത്തിന് ഏറ്റവും മണ്ടയ്ക്കായിട്ടെടുത്ത് വെച്ചു. മറ്റൊരാള്, നല്ല ബുദ്ധിമാനായ ഒരാള് എന്ത് ചെയ്തു, താഴെ നിന്ന് ഇതേ ഭാരമുള്ള വസ്തു എറിഞ്ഞ് മുകളിലേക്ക് ഇട്ടു. അതായത് അയാൾ ഭയങ്കര ശക്തനും ബുദ്ധിമാനായതുകൊണ്ട് അയാൾ താഴെ നിന്ന് ഇതേ സാധനം എറിഞ്ഞ് മുകളിലേക്ക് ഇട്ടു. ഇനി ഈ വസ്തുവിന്റെ പൊട്ടൻഷ്യൽ എനർജിയിലുണ്ടായ ചേഞ്ച് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. താഴെ നിന്നപ്പം ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരുന്നു വിചാരിക്കുക. മുകളിലെത്തുമ്പം ഈ ഹൈറ്റിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി mgh ആണെന്ന് വിചാരിക്കുക. അതൊരു 10 ജൂളാന്ന് വിചാരിക്കുക. അത്ഭുതപ്പെടണ്ട, ഇയാള് എറിഞ്ഞിട്ട വസ്തുവിനും ഇയാള് ചുമന്നുകൊണ്ട് മുകളിൽ കൊണ്ടുപോയി വെച്ച ഈ ഭാരമുള്ള ഈ വസ്തുവിനും ഒരേ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അതായത് രണ്ടിനും ഒരേ മാസ് ആയിരിക്കണം, എങ്കിൽ ഒരേ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കണം. അത് ഏത് രീതിയിൽ നടകേറി വന്നോ അല്ലെങ്കിൽ എറിഞ്ഞിട്ടോ എന്നുള്ളതിനെ ഒന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇതേ വ്യക്തി, ഈ ചുമന്നുകൊണ്ട് കയറിയ വ്യക്തിയെ നമ്മൾ കൺസിഡർ ചെയ്യാം. അയാള് താഴെ നിന്ന് നടകേറി മുകളിലെത്തി. അതിന് പകരം ഇയാള് താഴെ നിന്ന് ലിഫ്റ്റ് വഴി മുകളിലെത്തി. ഇവിടെ രണ്ടിടത്തും ഇയാൾ ചെയ്ത വർക്ക് നമ്മളൊന്ന് പരിഗണിക്കുകയാണ്. ഇയാൾ ചെയ്ത വർക്ക് പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ലിഫ്റ്റേ കയറി താഴെ നിന്ന് മുകളിലെത്തി, താഴെ നിന്ന് ആ മുകളിലെത്തിയ ആളുടെ വർക്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് ആ ലിഫ്റ്റിൽ കയറി കുറച്ചു നേരം നിന്ന് മുകളിലെത്തി. അതായത് അയാളെ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത എനർജി വളരെ കുറച്ച് മതി, വളരെ കുറച്ച് വർക്ക് അയാൾ ചെയ്തിട്ടുള്ളൂ.
ആ സ്ഥിതിക്ക് നടകയറി മുകളിലെത്തിയ ആളാണെങ്കിലോ ഒരുപാട് എനർജി യൂസ് ചെയ്ത് വർക്ക് ചെയ്തു, ഒരുപാട് ഹീറ്റ് അയാൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളഞ്ഞു. അതായത് ഒരു ലിഫ്റ്റ് വഴി മുകളിലെത്തിയ ആളും നട കയറി എത്തിയ ആളും തമ്മിൽ വർക്ക് ചെയ്തതിൽ നല്ല വ്യത്യാസമുണ്ട്. അതായത് ഏത് പാത്തിൽ കൂടെയാണോ ആ പ്രോസസ്സ് നടന്നത് ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഈ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഈ വേരിയബിളിന്റെ വാല്യൂ ഏത് പാത്തിൽ കൂടെയാണോ അത് അറ്റൈൻ ചെയ്തത് അതിനനുസരിച്ച് അതിന്റെ വാല്യൂ മാറുന്നു. അത്തരത്തിലുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ പാത്ത് ഫങ്ഷൻസ് പറയുന്നത്. അതായത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ടേക്കൺ. ഇനി ഇന്റേണൽ എനർജി എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയെന്ന് നമുക്ക് പറയാം. ഇനി ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, ഒരു പാത്ത് ഫംഗ്ഷൻ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇന്റേണൽ എനർജിയെ ഒരു പാത്ത് ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുക. അതായത് ഇതൊരു പാത്ത് ഫംഗ്ഷൻ ആയിരുന്നുവെങ്കിൽ എ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ ഈ സിസ്റ്റത്തെ കൊണ്ടുപോകുമ്പോൾ ഒരു മാർഗം പാത്ത് 1 എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ആ പാത്ത് 1ൽ കൂടെ നമ്മൾ എ ബി ആക്കി മാറ്റി. അതായത് എ എന്ന് പറയുന്ന സിസ്റ്റത്തിലിരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിലിരുന്ന സിസ്റ്റത്തെ നമ്മൾ ബി എന്ന് പറയുന്ന മറ്റൊരു ടെമ്പറേച്ചറൊക്കെയുള്ള ചൂടൊക്കെയുള്ള മറ്റു വോളിയമുള്ള അങ്ങനൊരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചു. അപ്പം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച ഇന്റേണൽ എനർജിയാണ് ΔU1. ആ പ്രോസസ്സിന് വേണ്ടി എടുത്ത ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ് ΔU1. ഇനി ബി സ്റ്റേറ്റിലിരിക്കുന്ന ആ സിസ്റ്റത്തെ നമ്മൾ തിരിച്ച് എ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരികയാണ്. പക്ഷെ നമ്മൾ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത്. അതായത് അതേ മെത്തേഡിൽ കൂടെ അല്ല തിരിച്ച് എ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തിച്ചത്. നമ്മൾ മറ്റൊരു രീതിയിലാണ്, അതായത് ഇത് ചൂടാക്കിയോ അങ്ങനെ എന്തെങ്കിലുമാണ് എത്തിച്ചതെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ തിരിച്ചതിനെ എ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തിക്കുന്നു. ഇതിപ്പോൾ ചൂടാക്കിയാണെങ്കിൽ ഇതിപ്പോൾ തണുപ്പിച്ച് അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചാൽ മതി. അത് വേറൊരു രീതിയിൽ കൂടെ നമ്മൾ ബി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തിച്ചു. അപ്പം അവിടെ ഉണ്ടായ ഇന്റേണൽ എനർജി ചേഞ്ചാണ് ΔU2. ഇനി ഇതൊരു പാത്ത് ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ, അതായത് പോയ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അതായത് ΔU2 ഈസ് ഗ്രേറ്റർ ദാൻ ΔU1. അതായത് എയിൽ നിന്ന് ബി ആകാൻ എടുത്ത ഇന്റേണൽ എനർജിയേക്കാൾ കൂടുതൽ വേണം ബിയിൽ നിന്ന് തിരിച്ച് എ ആകാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആ ഒരു പാത്തിനെ ഇച്ചിരി ലോങ് ആയിട്ട് വരച്ചേക്കുന്നത്. അപ്പം അങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ ΔU1 എന്ന് പറയുന്നത് 10 ജൂളും ΔU2 എന്ന് പറയുന്നത് 20 ജൂളും ആയിരുന്നു വിചാരിക്കുക. അതായത് ΔU1 എന്ന് പറഞ്ഞാൽ 10 ജൂൾ ഉപയോഗിച്ച് നമ്മൾ ബിയിലെത്തി, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് എത്തിയപ്പം 20 ജൂളായത് മാറി. അതായത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജികളുടെ ചേഞ്ച് എന്ന് പറയുന്നത് 10 ജൂൾ. അതായത് ഈ 10 ജൂൾ കൊടുത്ത് നമ്മൾ ബിയിലെത്തിയിട്ട് തിരിച്ച് ഒരു 10 ജൂളും കൂടെ കൈ കിട്ടി നമ്മൾ എ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തി. അതായത് നമുക്കൊരു 10 ജൂളിന്റെ ലാഭമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇങ്ങനൊരു രീതി പോസിബിൾ ആയിരുന്നെങ്കിൽ അത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് എതിരായിരിക്കും. ഇറ്റ് വിൽ ബി എഗനിസ്റ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു സിസ്റ്റം പോസിബിൾ ആണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരു പെർപെക്ച്വൽ മെഷീൻ ഉണ്ടാക്കാൻ പറ്റും. അതായത് വെറുതെ ഒരു 10 ജൂൾ എനർജി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ഇരുന്ന് വർക്ക് ചെയ്തോളൂ. അതായത് പിന്നീട് നമ്മൾ എനർജിയേ വേണ്ട, ഒരു എനർജിയും യൂട്ടിലൈസ് ചെയ്യാതെ ഇത് പിന്നീട് ഇങ്ങനെ ഈ സൈക്ലിക് പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും വിത്തൗട്ട് യൂസ് ഓഫ് എനർജി. അതായത് നമുക്കൊരു പെർപെച്വൽ മെഷീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് 10 ജൂൾ എനർജി കൊടുത്ത് നമ്മളൊരു 10 ജൂൾ എനർജി കൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ U1 എനർജി ചേഞ്ച് ഉണ്ടാക്കി നമ്മൾ അതിനേക്കാൾ കൂടി U2 എനർജി ചേഞ്ച് ഗെയിൻ ചെയ്തു. അതായത് ഇവിടുന്ന് പോയപ്പോൾ 10 ജൂൾ ഉണ്ടായിരുന്ന ഇപ്പോൾ ഒരു 100 ജൂൾ എനർജി ഉണ്ടായിരുന്ന ആള് തിരിച്ചു വന്നപ്പം 120 ജൂളായി മാറുന്നു. അതായത് ഒരു 10 ജൂളും
അതായത് ഒരു 110 ജൂൾ ഉണ്ടായിരുന്നയാൾ പോയിട്ട് തിരിച്ചു വന്നപ്പം ഒരു 120 ജൂളായിട്ട് മാറി. അതായത് ഒരു 10 ജൂളിന്റെ ലാഭമാണ് ഇയാൾക്ക് കിട്ടിയേക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എതിരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഒരിക്കലും പാത്ത് ഫംഗ്ഷൻ ആകാൻ പറ്റത്തില്ല. അത് തെർമോഡൈനാമിക്സിന്റെ ലോസിനെ വയലേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ.